RJ Tera, our travel partner, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തൊരു അമ്പലത്തിലും എല്ലോറ കേവും ഒക്കെ കാണാൻ പോകുന്ന കാഴ്ചകൾ കാണിക്കാം. വായോ. അങ്ങനെ നമ്മൾ രാവിലെ 5 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മുടെ കൂടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് യാത്രയിൽ. ഒപ്പം പിന്നെ നമ്മൾ പോകുന്നത് ഇപ്പം ഇന്ത്യയിൽ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ 12ാമത്തെ ജ്യോതിർലിംഗമായ കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം കാണാനാണ്. അങ്ങോട്ട് പോവാണ്. ഇത് അഹമ്മദ്നഗറിന്റെ പേര് അഹില്യനഗർ എന്നാക്കി. അഹില്യനഗറിൽ നിന്നും 140 കിലോമീറ്റർ ദൂരമുണ്ട്. 140 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സംഭാജി നഗർ എന്നറിയപ്പെടുന്ന ഔറംഗാബാദ് നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഗ്രിഷ്മേശ്വർ ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ എല്ലോറ കേവിന്റെ അടുത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. പിന്നെ പറയുമ്പം ഈ ഗ്രിഷ്മേശ്വർ ക്ഷേത്രത്തിന് അടുത്തായിട്ട് ഒരു തീർത്ഥകുണ്ടുണ്ട്. അതിന്റെ പേര് അഹില്യബായി തീർത്ഥകുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന്റെ റൊട്ടിയും ജാമും കൊണ്ടുപോയി, അത് കഴിച്ചു. പിന്നെ എവിടെ പോയാലും പിള്ളേർക്ക് വേണ്ടി വരുമല്ലോ പുറത്തുനിന്ന്. അങ്ങനെ അവർക്ക് പിന്നെ വടാപ്പാവും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ കുറച്ച് പുലാവ് ഉണ്ടായിരുന്നു, അതെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച്. ഇത് അങ്കിത്തിന്റെ അബിയുടെ ഫ്രണ്ടും കൂടാണ്. അതിൽ ഒരാളുടെ പേരും അങ്കിത്താണ്, ഒന്ന് ആയുഷും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി അവിടെ തീർത്ഥകുണ്ടിലോട്ട് പോയി. ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാല് പണ്ട് ദേവഗിരി പർവ്വതത്തിനടുത്ത് സുധർമ്മൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണനും ഭാര്യ സുദേകയും ജീവിച്ചിരുന്നു. അവർക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു. ഇതിൽ ദുഃഖിതയായിരുന്ന സുദേക സ്വന്തം സഹോദരി കുഷ്മയെ വീണ്ടും ആ ബ്രാഹ്മണനെ കൊണ്ട് വെളിയേൽപ്പിച്ചു. അപ്പൊ കുഷ്മ ശിവഭക്തയായിരുന്നു. ഈ തീർത്ഥകുണ്ടില് 101 ശിവലിംഗം നിർമ്മിച്ച് പൂജ ചെയ്ത് വിസർജനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ കുഷ്മയാണെങ്കിൽ ഒരു പുത്രന് ജന്മം നൽകുകയും കാലക്രമേണ സുദേകയ്ക്ക് കുഷ്മയിൽ അസൂയ ജനിക്കുകയും ചെയ്തു. അങ്ങനെ ആ പുത്രനെ കൊലപ്പെടുത്തി ആ കുണ്ടിലിടുകയും ചെയ്തു. ഇതിൽ ദുഃഖിതയായ കുഷ്മ ശിവനെ പ്രാർത്ഥന ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ പുത്രനെ പുനർജീവിപ്പിച്ചു. ഇങ്ങനെ വരദാനമായി ശിവൻ സ്വയം 12ാമത് ജ്യോതിർലിംഗമായി ഭക്തയുടെ നാമത്തിൽ വസിക്കുന്നു. കുഷ്മ എന്നുള്ള പേര് വെച്ചിട്ട് ഭക്തയുടെ നാമത്തിൽ കുഷ്മേശ്വർ എന്നും ഈ അമ്പലത്തിന് പേര് പറയും, കൃഷ്ണേശ്വർ എന്നും പറയും. ഇപ്പം അവിടെ വന്ന് ദർശനം നടത്തുന്നവര് ഈ അഹില്യബായി കുണ്ടും സന്ദർശിച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് മടങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ 9ഓളം ശിവലിംഗം അവിടെ ഉണ്ട്. അവിടെ നമ്മള് കയറി എല്ലായിടവും കയറി ഇറങ്ങി തൊഴുതതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ പോയത്. ഇവിടുന്ന് ഈ തീർത്ഥകുണ്ടിന്റെ അടുത്തുനിന്ന് 2 കിലോമീറ്ററേ കാണത്തുള്ളൂ അമ്പലത്തിലോട്ടുള്ള ദൂരം. അങ്ങനെ എല്ലാരും ഇറങ്ങി തൊഴുതതിന് ശേഷം നമ്മൾ അങ്ങ് തിരിച്ച് മന്ദിറിലോട്ട് പോയി. നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇറങ്ങണമെന്നുള്ളത്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഈ കുണ്ട് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. ऐसा भगवान को टच करने देती है। ये जल और धतूरा भैया के हाथ से चढ़ेगा, ये आपको मिलेगा। और एक कमल है माता पार्वती के लिए आप चढ़ा। ये तो उमा पार्वती एक साथ ये क्या? हाँ, ये उमा पार्वती के लिए कभी चढ़ाए तो 1.25 लाख का अभिषेक होता है। नहीं चढ़ाते उधर में गंगा जल ये आपको चढ़ाने के लिए देते, भगवान को टच करने देते हैं। अंदर शिवलिंग पे पूजा होता है, अंदर जाने देते हैं। उमा पार्वती के लिए आप चढ़ा।
അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ പ്രധാന കവാടത്തിലെത്തി. ശ്രീ കൃഷ്ണേശ്വർ 12th ജ്യോതിർലിംഗം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. പിന്നെ അത് മെയിൻ എൻട്രൻസ് ആണ്. ഇവിടുന്ന് മുതൽ നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. ക്യൂ വലുതായിട്ടില്ല, പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂ ആണ്. ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഇതുപോലെ എല്ലാവരും അവിടെ നമുക്ക് ആ ശിവലിംഗത്തിൽ ഇടാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പൂക്കളും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അങ്ങനെ ക്യൂ പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഹര ഹര മഹാദേവ് അങ്ങനെയൊക്കെ നാമം ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കധികം ഇത് തോന്നത്തില്ല. പിന്നെ പിള്ളേരാണെങ്കിൽ തന്നെ എല്ലാവരും ഫ്രണ്ട്സും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ഉഷാറായിരുന്നു. എല്ലാവരും ക്യൂ നിൽക്കാനായാലും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നിന്ന് പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒത്തിരി നിൽക്കാനുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലായിരുന്നു അവിടെ നിൽക്കാൻ. അങ്ങനെ നല്ല രസമായിരുന്നു. ക്യൂവിനകത്ത് രസമായിരുന്നു. പിള്ളേരെ ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് സമയം പോകുന്നു, പെട്ടെന്ന് ബോറടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ ക്യൂവിനകത്ത് നിൽക്കുന്നവരിങ്ങനെ ഉറക്കെ നാമം ചെല്ലുമ്പോൾ നമ്മുടെ രോമങ്ങൾ ഇങ്ങനെ രോമാഞ്ചകഞ്ചുകമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് പിള്ളേരും പെട്ടെന്ന് നാമങ്ങൾ ജപിക്കാനൊക്കെ തുടങ്ങിയപ്പം നമുക്ക് അത് ഭയങ്കര അനുഭവമായിരുന്നു. അവിടെ നിന്നിട്ട് കണ്ണ് നിറയുന്ന പോലെ ഒരു ഫീലിങ്സ് ആയിപ്പോയി അവിടെ നിന്ന് എല്ലാരും കൂടി ഇങ്ങനെ ചെല്ലുന്ന കാരണം കേട്ടപ്പോഴ്. ഈ അമ്പലം 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. അതിനകത്ത് കൊത്തുപണികളൊക്കെ കാണുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അടുത്ത് കാണുമ്പോൾ എത്രയോ പൊക്കത്തില് നല്ല രസമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് അവിടെ കിട്ടുന്നത്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോകാൻ പറ്റുമെന്നോ ആ ജ്യോതിർലിംഗത്തിൽ നമുക്ക് തൊട്ട് തൊഴാൻ സാധിക്കുമെന്നോ. നമ്മളെല്ലാം സാധാരണ ദൂരെ നിന്ന് കണ്ടു തൊഴാനല്ല പറ്റുള്ളൂ. ഇവിടെ നമുക്ക് തിരക്കാണ്, പക്ഷെ നമുക്കത് തൊട്ട് നമ്മുടെ നെറ്റിയിൽ തൊഴാൻ പറ്റുമെന്ന് പറയുന്നത് അനുഭവമാണ്. നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അവിടെ പിന്നെ ഒരു നന്ദിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. അതിലും ഒക്കെ പ്രാർത്ഥിച്ച് തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി. അകത്തുനിന്ന് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തില്ല. അങ്ങ് ഭയങ്കര തിരക്ക്, ആൾക്കാർ വന്നിങ്ങനെ മണ്ടയ്ക്കോട്ട് അങ്ങ് മറിയുക. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാന്നുള്ള ഒറ്റ ചിന്ത നിൽക്കുന്ന കാരണം ഫോണൊന്നും എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയതേ ഇല്ല. വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് മോശമില്ല. എന്നാലും നമ്മൾ അമ്പലത്തിനകത്തൊക്കെ നിന്ന് എടുക്കുന്നത്. നമ്മളകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ ക്യൂ ആവും. പിന്നെ നമ്മൾ ആ തിരക്കിനിടയ്ക്ക് പെട്ടെന്ന് ആരെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനെ തിരിച്ചിറങ്ങി പുറത്തിറങ്ങി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരെയും കണ്ടു കിട്ടാൻ പറ്റത്തുള്ളൂ. അമ്മാതിരി തിരക്ക് അവിടെ, ആൾക്കാർ വന്ന് മറിയോ മണ്ടയ്ക്ക്. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തൊഴുതിറങ്ങാൻ പറ്റി. ഞാൻ വിചാരിച്ചതിൽ നന്നായിട്ട് തൊട്ട് തൊഴുതു. അന്നേരം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ വന്ന് ഇരിക്കരുത്, ഫോട്ടോ എടുക്കരുത് എന്ന് വന്ന് സെക്യൂരിറ്റിമാർ വന്ന് പറയുന്നു. നമ്മൾ പെട്ടെന്ന് മാറാമെന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. രുദ്രാക്ഷവും പിന്നെ അതിരിക്കുന്നത് ശിവലിംഗങ്ങൾ പലതരത്തിലുള്ളത്. പിന്നെ അത് പുലിനഖമാണെന്ന് തോന്നുന്നു. പിന്നെ കുതിരലാടം. അങ്ങനെ ഈ കടകളിലാണെങ്കിലും പലതരത്തിലുള്ള ശംഖുകളും ചെറിയ ശംഖുകളും പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് വണ്ടി, അതിനകത്തിരുന്ന് ഓടിപ്പിക്കുന്ന രീതിയിൽ വണ്ടികളും ഒക്കെ. പിന്നെ
ये बस में क्या? बस में ये कुछ ऐसा बस में क्या कलर है? बस में है ना? बस में है ना। हाँ वो दे दे। ये राउंड वाला भी वही है ना? ये चंदन टीका है, पानी में ऐसा लगाते हैं उसको। अच्छा अच्छा चंदन है, पानी लगा कर ये अपने बच्चे क्यूब लेना है क्यूब लेना है क्यूब ये देख जिबड़ा ना सारे बास्केट ಕೊಡ್ತು मुझे फूल बनाने के लिए उन्होंने तकदीर वाले खाना ये 150 बोल रहा है एक बार आपका भी वीडियो बन जाएगा। आप ही वीडियो बनाओ, वीडियो नहीं आती टाइम की बनी मंडी मल्क नहीं, मतलब खाली कुछ भी नहीं, तो पैसे उड़े। तो पैसे दौड़ के अंदर रहते थे ना आके। ആ മാല നമ്മൾ അവിടുന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യണേ, നല്ലതാണോ ഇല്ലയെന്ന്. അത് കല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതാന്നാ പറയുന്നത്. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, വില കുറഞ്ഞത്. പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിള്ളേർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് അവിടുന്ന് എല്ലോറയിലോട്ട് പോവുകയാണ്. എല്ലോറ കേവ്. പക്ഷെ നമ്മൾ പോയത് ട്യൂസ്ഡേ ആയിരുന്നു. ട്യൂസ്ഡേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അവിടെ കേറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ ഗേറ്റിന്റെ അടുത്ത് വരെ പോയപ്പോ ജസ്റ്റ് ആ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും. പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ ട്യൂസ്ഡേ അത് അവധിയാണ് അവിടെ. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മള്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലായിട്ട് വരും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. പിന്നെ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.